തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നിലയിൽ തലസ്ഥാന ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 12ഉം LDFിനൊപ്പമാണ്. കൊല്ലത്ത് ചവറ ഒഴികെ 10 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് ആധിപത്യം പ്രകടമാണ്. കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗത്തിന്റെ സഹായത്തോടെ തകർപ്പൻ പ്രകടനമാണ് കോട്ടയത്ത് LDF കാഴ്ചവെച്ചത്. ആലപ്പുഴയും ചുവപ്പിനാൽ നിറയുകയായിരുന്നു. പത്തനംതിട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ LDF ലീഡ് നേടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ വോട്ടു നിലയിൽ തലസ്ഥാന ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 12 എണ്ണവും LDFിനൊപ്പം. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ UDFും നേമത്ത് BJPയുമാണ് മുന്നിൽ. ചിറയൻകീഴ്, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, പാറശാല, കോവളം, വർക്കല, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളാണ് LDFിനൊപ്പമുള്ളത്. ഇതിൽ കോൺഗ്രസ് MLAമാരായ ശബരിനാഥന്റെ മണ്ഡലമായ അരുവിക്കര, VS ശിവകുമാറിന്റെ മണ്ഡലമായ തിരുവനന്തപുരം, A വിൻസെന്റിന്റെ മണ്ഡലമായ കോവളം എന്നിവ LDFിനൊപ്പമായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇടതുപക്ഷ MLA K ആൻസലിന്റെ മണ്ഡലമായ നെയ്യാറ്റിൻകര UDFിനൊപ്പമായി. O രാജഗോപാലിന്റെ നേമം മണ്ഡലത്തിൽ BJP തന്നെയാണ് മുന്നിലുള്ളത്. മണ്ഡലങ്ങളിലെ അന്തിമ വിശകലനം പുറത്തുവരുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തമായ ചിത്രം ലഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ചവറ ഒഴികെയുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് ആധിപത്യം പ്രകടം. ചവറ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന പന്മന, തേവലക്കര, നീണ്ടകര പഞ്ചായത്തുകളിൽ UDFിന് ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് RSPയുടെ സ്വാധീനത്തിലാണെന്നതും ശ്രദ്ധേയമാണ്. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ നഗരസഭയിലെ 25 വാർഡുകൾ ഉൾപ്പെടെ ഭൂരിഭാഗം പഞ്ചായത്തിലും ഇടത് മേൽക്കോയ്മയുണ്ട്. കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ ശൂരനാട്, വടക്ക് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഒഴികെ ഒരിടത്തും UDFിന് നേട്ടമുണ്ടാക്കാനായില്ല. കൊട്ടാരക്കര മണ്ഡലത്തിൽ നഗരസഭയടക്കം ബഹുഭൂരിപക്ഷം പഞ്ചായത്തിലും ഇടതുപക്ഷത്തിനാണ് നേട്ടം. ഇവിടെ വിരലിലെണ്ണാവുന്ന പഞ്ചായത്തുകൾ മാത്രമാണ് UDFിനെ പിന്തുണച്ചത്. കിഴക്കൻ മേഖലയിലെ പത്തനാപുരം, പുനലൂർ, ചടയമംഗലം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം നേടിയത് വലിയ ആധിപത്യമാണ്. ഈ നിയോജക മണ്ഡലങ്ങളിലെ 90% പഞ്ചായത്തുകളും നഗരസഭകളും ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷം കൈയടക്കി. കൊല്ലം നിയോജക മണ്ഡലത്തിലെ ഭൂരിഭാഗം വരുന്ന കോർപ്പറേഷനും സമീപ പഞ്ചായത്തുകളിലും ഇടതുമുന്നണി മുൻ വർഷത്തേക്കാൾ മുന്നിലെത്തി. കോർപ്പറേഷനിലെ 35 സീറ്റ് 39ആയി. കോർപ്പറേഷനിൽ 6 സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി. ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ 13 പഞ്ചായത്തിലും ഇടത് ആധിപത്യം കാണാം. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് ആധിപത്യമില്ലെങ്കിലും മുഴുവൻ ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വിജയിക്കാനായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDFിന് ലീഡ്. അടൂർ, തിരുവല്ല, റാന്നി, കോന്നി, ആറന്മുള മണ്ഡലങ്ങളിൽ നിലവിൽ LDF MLAമാരാണ്. അടൂരിൽ NDA നേരിയ തോതിൽ വോട്ട് വർധനയുണ്ടാക്കി. മണ്ഡലത്തിലെ പന്തളം നഗരസഭാ ഭരണം പിടിച്ചെടുത്തതാണ് NDAയ്ക്ക് നേട്ടമായത്. ജില്ലയിലെ 9 അസംബ്ലി മണ്ഡലങ്ങളിൽ കുട്ടനാട് ഒഴികെ എല്ലായിടത്തും ഇടതുപക്ഷം ആധിപത്യം പുലർത്തി. 3 ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ നേടാനും കഴിഞ്ഞു. 2 എണ്ണം ഒഴികെയുള്ള ജില്ലയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും LDF പ്രതിനിധികളാണ്. തോമസ് ചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന കുട്ടനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നുമില്ല. 13 ഗ്രാമപഞ്ചായത്തുകളുള്ള കുട്ടനാട്ടിൽ നേരിയ വ്യത്യാസത്തിലെങ്കിലും 4ഇടത്ത് ഭരണം നേടാൻ കഴിഞ്ഞതാണ് UDFിന്റെ ആകെ ആശ്വാസം. 5 പഞ്ചായത്തുകളിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. ചെങ്ങന്നൂർ, മാവേലിക്കര മണ്ഡലങ്ങളിലെ മുൻതൂക്കം UDFിന് നഷ്ടപ്പെട്ടു. മാവേലിക്കര മണ്ഡലത്തിലെ ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിൽ UDFിന് കിട്ടിയത് 1 സീറ്റ്. താഴക്കരയിൽ 3ഉം തെക്കേക്കരയിൽ 2ഉം സീറ്റിലേക്ക് ഒതുങ്ങി. താമരക്കുളം പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. ചെങ്ങന്നൂരിൽ നഗരസഭ നിലനിർത്താൻ UDFിന് കഴിഞ്ഞു. പക്ഷേ ആകെയുള്ള 8 പഞ്ചായത്തിൽ NDAയ്ക്ക് മേൽക്കൈയുള്ള പാണ്ടനാട്ടും തിരുവൻവണ്ടൂരിലും ഒഴികെ 6ഇടത്തും LDF ആധിപത്യമാണ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ നിയമസഭയിലെത്തിയ അരൂരിൽ 2 പഞ്ചായത്തുകൾ UDFിൽ നിന്ന് പിടിച്ചെടുത്ത LDF 2 എണ്ണം നിലനിർത്തുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലത്തിൽ ഒരു വിധത്തിൽ നഗരസഭ നിലനിർത്തി. പക്ഷേ കരുവാറ്റയും പള്ളിപ്പാടും കാർത്തികപ്പള്ളിയും ഇടതുപക്ഷം തിരിച്ചുപിടിച്ചു. മന്ത്രി G സുധാകരന്റെ മണ്ഡലമായ അമ്പലപ്പുഴയിൽ 5 പഞ്ചായത്തുകളും ബ്ലോക്കും നഗരസഭാ വാർഡുകളും ഇടതുപക്ഷം തൂത്തുവാരി. 3 ഗ്രാമപഞ്ചായത്തുകൾ നേടാൻ കഴിഞ്ഞത് NDAയുടെ നേട്ടമാണ്. നഗരസഭകളുടെ എണ്ണം LDF 2ൽ നിന്ന് 3ആക്കിയപ്പോൾ UDF 4ൽ നിന്ന് 2ലേക്ക് ചുരുങ്ങി. ബ്ലോക്ക് പഞ്ചായത്തിൽ 2ൽ നിന്ന് 1 സീറ്റിലേക്കും. കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFിന് വിജയം അവകാശപ്പെടാവുന്ന ഒരു മണ്ഡലം പോലുമില്ലാതായി. ഏറ്റുമാനൂർ, വൈക്കം, പാലാ സീറ്റുകൾ മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന് സ്വന്തം. ജോസ് വിഭാഗം എത്തിയതോടെ കാഞ്ഞിരപ്പള്ളിയും ഒപ്പമായി. CF തോമസ് മരിച്ചതോടെ ചങ്ങനാശ്ശേരി ഒഴിഞ്ഞുകിടക്കുകയാണ്. പഞ്ചായത്ത് ഫലം വന്നതോടെ ചിത്രം മാറി. ഉമ്മൻചാണ്ടി അരനൂറ്റാണ്ടായി കൈവശം വെക്കുന്ന പുതുപ്പള്ളി മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ LDFിന് ഭരണം ലഭിച്ചു. 2ഇടത്ത് മാത്രമാണ് UDFിന് ഭരണം കിട്ടിയത്. തിരുവഞ്ചൂർ
രാധാകൃഷ്ണന്റെ കോട്ടയം മണ്ഡലത്തിലെ കോട്ടയം നഗരസഭയിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം LDF മുന്നിലെത്തി. പനച്ചിക്കാട് പഞ്ചായത്തും LDFന് മേൽക്കൈയായി. വിജയപുരത്ത് മാത്രമാണ് UDF മുന്നിലെത്തിയത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ 7 പഞ്ചായത്തിൽ LDFനാണ് മേൽക്കൈ. നെടുംകുന്നത്ത് മാത്രമാണ് UDF ഭരണം നിലനിർത്താനായത്. പാലായിൽ UDFന് സ്വന്തമായി ഒരു പഞ്ചായത്തുമില്ല. നഗരസഭയ്ക്ക് പുറമെ 3 പഞ്ചായത്തിൽ LDFന് മേൽക്കൈ. 2 ഇടതും UDFും ഒപ്പത്തിനൊപ്പം. ഏറ്റുമാനൂരിൽ 4 പഞ്ചായത്തിൽ LDFും 2 UDFും മുന്നിൽ. നഗരസഭയിൽ ഇരുവരും ഒപ്പത്തിനൊപ്പം. വൈക്കത്ത് 5 പഞ്ചായത്തിൽ LDFും 1 UDFും. 3 ഇരുമുന്നണിയും ഒപ്പത്തിനൊപ്പം. നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി UDF ആണ്. ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫിന്റെ കൈവശമുള്ള കടുത്തുരുത്തിയിൽ 6 പഞ്ചായത്തിൽ LDF ഭരണം പിടിച്ചു. 3 ഇരുമുന്നണിയും ഒപ്പത്തിനൊപ്പമാണ്. ചങ്ങനാശ്ശേരിയിൽ 3 LDFന് മേൽക്കൈ. നഗരസഭയിലും 1 പഞ്ചായത്തിലും ആർക്കും ഭൂരിപക്ഷമില്ല. PC ജോർജിന്റെ പൂനാറിൽ 6 പഞ്ചായത്ത് ഇടതുമുന്നണി പിടിച്ചെടുത്തു. 1 പഞ്ചായത്തിലാണ് UDFന് മേൽക്കൈ. 2 ഒപ്പത്തിനൊപ്പം. എന്നാൽ പൂനാർ ഡിവിഷനിൽ അട്ടിമറി ജയം ജനപക്ഷത്തിന്റെ ഷോൺ ജോർജിനാണ്.